നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ ജില്ലകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രത്തിലേക്ക് കടക്കുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ഈ ആലപ്പുഴക്കാർ കുറേ മത്സരം കണ്ടവരാണ്. അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന മത്സരം എന്ന് പറയുന്നത് ജലമത്സരമാണ്. അതിനെ വെല്ലാനായിട്ട് അവർ വേറൊന്നും കാണുന്നില്ല. പക്ഷേ ആലപ്പുഴയ്ക്ക് വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. വിപ്ലവ വീര്യത്തിൻ്റെ മണ്ണ് നിൽക്കുന്ന ഇടമാണ്. ജലങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജില്ല. വമ്പന്മാർ മത്സരിച്ച് വിജയിക്കുകയും പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ജില്ല. വി.എസ്. അച്യുതാനന്ദൻ, എ.കെ. ആൻ്റണി, അങ്ങനെ നീളുന്നു. സാംസ്കാരിക പാരമ്പര്യവും ഉള്ള ഒരു ജില്ല. KPSC ഒക്കെ തന്നെ. ഈ ആലപ്പുഴ ജില്ലയിൽ പക്ഷേ ഇക്കുറി ചിത്രം മാറും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ചുവടുമാറ്റം ഉണ്ടായി. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ വേറൊരു ചിത്രത്തിലേക്ക് കടന്നത്. അപ്പോൾ 26-ലും അങ്ങനെ സംഭവിക്കുമോ? 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിൽ ഉള്ളത്. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ ഒരിക്കൽ കൂടി വിജയം കൊയ്തെടുക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും അരിവാൾ നിൽക്കതിനും കഴിയുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ 9-ൽ 8 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്നത് കണ്ടു. അതിൽ തന്നെ 4 സീറ്റിലെങ്കിലും 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ, ചെങ്ങന്നൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ സജി ചെറിയാൻ വിജയിക്കുന്നത് ഉൾപ്പെടെ 32,000-ലധികം വോട്ട്. 32,000 ഒരു നിയമസഭാ സെഗ്മെന്റിലൊക്കെ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു വെയ്വാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ എന്നതാണ് വിഷയം. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ്. അവിടെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിന് ലഭിച്ചു. 16 സീറ്റുകൾ 8 സീറ്റുകളായി UDFന്റെ വിജയം ഒതുങ്ങി. പക്ഷേ അത് 1-2 സീറ്റിൽ നിന്നാണ് 8ലേക്ക് വർദ്ധിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട വിജയം 4 ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിക്കുകയും 8 LDF വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പം ഇവിടെ LDFിനൊരു മേൽക്കൈയുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ എക്കാലത്തുമുള്ളതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആലപ്പുഴ മാറി ചിന്തിച്ചതുമായ ഒരു പാരമ്പര്യം. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളായിട്ടാണ് ആലപ്പുഴ ജില്ല. ഒന്ന് കൊടുക്കുന്ന സുരേഷ് റെപ്രസെന്റ് ചെയ്ത മാവേലിക്കര നിയമസഭാ മണ്ഡലം, അവിടെ 3 സെഗ്മെന്റുകളുണ്ട്. മറ്റേത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇവിടെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കൊടുക്കുന്ന സുരേഷ് കേവലം 10,000-11,000 വോട്ടിനാണ് കടന്നുകൂടിയത്. ആലപ്പുഴ ജില്ലയുടെ കൂടെ ഭാഗമുള്ള, അത് പത്തനംതിട്ട ജില്ലയുടെ, കൊല്ലം ജില്ലയുടെ ഭാഗവും ആലപ്പുഴ ജില്ലയുടെ ഭാഗവും ചേർന്ന മാവേലിക്കര മണ്ഡലത്തിൽ അതൊരു കൃത്യമായ ഒരു വലിയ മേൽക്കൈ UDFിനുണ്ട് എന്ന് അവിടെയും പറയാനാവില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു ജില്ല തന്നെയാണ് ആലപ്പുഴ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024-ൽ KC വേണുഗോപാൽ ഇതിൻ്റെ 66,000 വോട്ടിൻ്റെ മേൽക്കൈയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കൈവരിച്ചത്. അതെക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. KC വേണുഗോപാൽ ഒരിക്കലും പരാജയം അറിഞ്ഞിട്ടില്ല. ആലപ്പുഴ നിയമസഭാ സെഗ്മെന്റിലും ലോക്സഭാ സെഗ്മെന്റിലും ഒക്കെ ജയിച്ചു വന്നു. ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കൂടി നമ്മൾ നോക്കണം. ശോഭാ സുരേന്ദ്രൻ 2,99,000, 3 ലക്ഷത്തോളം വോട്ട്. അതിന് നല്ല പങ്കും ഇടതുപക്ഷത്ത് നിന്ന് ചോർന്ന വോട്ടുകളാണ് എന്നതാണ് പൊതുവെ ഉള്ള നിഗമനം. പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഉൾപ്പെടെ. വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും കണിച്ചുകുളങ്ങരയിൽ ഇരുന്നു കൊണ്ട് ശോഭാ വിജയന് വിജയിച്ചു വരാനാവുമോ എന്ന രീതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും SNDP യോഗത്തിന്റെ ഉന്നത നേതാവ് ഭർത്താവും കൂടി ഇറങ്ങി, 2 പേരും കൂടി ഇറങ്ങി ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ചയും കൗതുകകരമായ കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇടതുപക്ഷ അനുകൂല പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്ന് തോന്നാമെങ്കിലും സെലക്ട് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് പ്രതീക്ഷയുള്ള ഒരു ജില്ല കൂടിയാണ്. ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ ഉദാഹരണത്തിന് അരൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം, അല്ലെങ്കിൽ കായംകുളം മണ്ഡലത്തിൽ മത്സരിച്ചേക്കാം. ഇതൊക്കെ BJPക്ക് A ക്ലാസ് മണ്ഡലമൊന്നുമല്ല എങ്കിൽ പോലും അമ്പലപ്പുഴയും പറയുന്നുണ്ട്. അമ്പലപ്പുഴയും BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ UDFന് ഏക സീറ്റ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് സീറ്റ് മാത്രമാണ്. അവിടെ 11,000 വോട്ടിന് രമേശ് ചെന്നിത്തല ജയിച്ചു വരുന്നു. പിന്നെ സാധ്യത ഉള്ളത് ഒരുപക്ഷെ അരൂർ, ചേർത്തല മണ്ഡലങ്ങളും അമ്പലപ്പുഴയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 സീറ്റ് UDF ന്യായമായും പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ 1-ൽ നിന്ന് 4-ലേക്കോ 5-ലേക്കോ ഉള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ UDFനുള്ളത്. എന്നാൽ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള 32,000 വോട്ടിൻ്റെ ഒരു മഹാഭൂരിപക്ഷം സജി ചെറിയാൻ നേടിയത്
കവർ ചെയ്യാനാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ UDF-നുണ്ട്. കാരണം കൃത്യമായ ഒരു ത്രികോണ മത്സരം അവിടെ BJP ഉന്നം വയ്ക്കുന്നുണ്ട്. കാരണം തീർച്ചയായും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ആലപ്പുഴ ജില്ലയിലാകമാനം 8 പഞ്ചായത്തുകളിലാണ് BJPക്ക് മേൽക്കൈ. ഏതാണ്ട് 8-9 പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷവുമാണ്. അപ്പോൾ ഒരിക്കലും ആലപ്പുഴ ജില്ല BJPയുടെ തട്ടകമായിരുന്നില്ല. തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഉള്ളൊരു മേൽക്കൈ ആലപ്പുഴയിൽ ഒരിക്കലും BJPക്ക് ലഭിച്ചിട്ടില്ല ചരിത്രപരമായി. പക്ഷേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വരവ് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ചെങ്ങന്നൂർ നിയമസഭാ സെഗ്മെന്റിന്റെ പരിധിയിൽ വരുന്ന 4 പഞ്ചായത്തുകളിൽ BJPയാണ് ഭരണത്തിൽ എന്ന് പറയുമ്പോൾ ചെങ്ങന്നൂർ ഒരുപക്ഷെ ചെങ്ങന്നൂർ ഒരു വലിയ ഒരു മുൻ ഗവർണർ ഒരുപക്ഷെ ചെങ്ങന്നൂർ മത്സരത്തിന് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. ശ്രീധരൻ പിള്ളയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീധരൻ പിള്ള മുൻപ് മത്സരിച്ചു, 2016 മത്സരിച്ചു. 16 മത്സരിച്ചു. തിളക്കമാർന്ന ഒരു, പക്ഷെ അന്ന് അവിടെ ചതുഷ്കോണ മത്സരമായിരുന്നു. പിന്നെ ശോഭന ജോർജ് റിബലായിട്ട് മത്സരിച്ചു. പക്ഷേ ശ്രീധരൻ പിള്ള ഒരിക്കൽ കൂടി ചെങ്ങന്നൂർ മത്സരിക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ വാചസ്പതി ആയിരിക്കാം. അതാണ് ഉയർന്നു കേൾക്കുന്ന പേര്. വാചസ്പതി ജില്ലാ സെക്രട്ടറി കൂടിയാണ്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. വെസ്റ്റ് ജില്ല, ആലപ്പുഴ ജില്ലയുടെ 2 പ്രദേശങ്ങളിലെ പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെയെങ്കിൽ BJP ശക്തമായ നോട്ടമിടുന്ന ഒരു മണ്ഡലം ചെങ്ങന്നൂരാണ്. പക്ഷേ 32,000 വോട്ടിന്റെ വലിയ ഒരു ബലികേറാമല്ല. പക്ഷെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പിന്നെ സജി ചെറിയാന്റെ പലതരത്തിലുള്ള പല സമയത്തുള്ള പ്രസ്താവനകളും ഒക്കെ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഓർക്കൂ, ചെങ്ങന്നൂർ മണ്ഡലം, ചെങ്ങന്നൂർ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലവും ആരുടെയും കുത്തകയല്ല. മാരാരിക്കുളം മണ്ഡലത്തിൽ ഉൾപ്പെടെ സഖാ VS അച്യുതാനന്ദൻ തോറ്റമ്പിയ ഒരു ചരിത്രമുണ്ട്. ചേർത്തലയിൽ AK ആന്റണി നാരോ ഭൂരിപക്ഷം ജയിച്ച് CK ചന്ദ്രപ്പനുമായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പം പൊടിപാറുന്ന പോരാട്ടങ്ങൾ കണ്ട ഒരുപാട് മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ഒരു പോക്കറ്റ് ബറോ എന്ന് പറയാൻ ഒരു മണ്ഡലം അവിടെ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പറയുന്നത്, എങ്ങനെയും ജയപരാജയങ്ങൾ മാറി മറിയാവുന്ന ഒരു മനസ്സാണ് ആലപ്പുഴയ്ക്ക്. മുൻകാലങ്ങളിൽ നമ്മൾ പറയും വിപ്ലവമാണ്. അതിന് കാരണം കർഷക തൊഴിലാളികളാണ്. കയറ് പിരിക്കുന്ന തൊഴിലാളികൾ, കൃഷി കൊയ്ത്ത് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ ഒക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ ആലപ്പുഴയിൽ മാറിയിരിക്കുന്നു. വലിയൊരു വിഭാഗം ആളുകൾ ഈ കാർഷിക വൃത്തിയിൽ നിന്നും മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ ആലപ്പുഴ കാര്യമായ ഒരു പിൻബലം നൽകുന്നു. പക്ഷേ CPM-ലെ വലിയ വിഭാഗീയതയുള്ള ഒരു ജില്ല കൂടിയാണ്. വലിയ വിഭാഗീയത. അച്യുതാനന്ദൻ, പിന്നെ പിണറായി വിജയൻ പോരാട്ടം നടന്നിരുന്ന 2000-ങ്ങളുടെ ആദ്യ ഭാഗത്ത് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് ഇറങ്ങി വരുന്നതും ഒക്കെ. അതെ, ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം, ഗ്രൂപ്പ് വഴക്കുകൾ CPM-നുള്ളിൽ പോലും. മാത്രമല്ല G സുധാകരൻ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനായ G സുധാകരനെ ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ ഒരിക്കൽ കൂടെ മത്സരത്തിന് ഇറക്കാൻ കഴിയുമോ എന്ന ചിന്തയിലാണ്. അങ്ങനെ ഇറക്കിയാൽ സംസ്ഥാന തലത്തിൽ തന്നെ നേട്ടം കൊയ്യാമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. ഈ വലിയ പ്രതിച്ഛായുള്ള ഒരാളാണ്, കറകളഞ്ഞ വ്യക്തിത്വം, ലെവലേശം അഴിമതിയില്ലാത്ത, എന്നാൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരു കവി കൂടിയായ സുധാകരൻ. G സുധാകരൻ്റെ ഒക്കെ വ്യക്തിപ്രഭാവം. തോമസ് ഐസക് എന്ന മഹാമേരു, അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ പറ്റിയില്ല പത്തനംതിട്ടയിൽ. പക്ഷേ ഇവരൊക്കെ ഈ ഇടതുപക്ഷത്തിന് തലയെടുപ്പുള്ള നേതാക്കളുണ്ട്. അത് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കാട്ടുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുന്നു. ചെന്നിത്തലയെ അല്പം ഭയപ്പെടുന്നുണ്ട്. കാരണം അവിടെ BJP വലിയൊരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഹരിപ്പാട്. എപ്പോഴും BJP ഹരിപ്പാട് മണ്ഡലത്തിൽ BJPക്ക് തുലോം വോട്ട് പരിമിതമാണ്. ആ വോട്ടുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് പോൾ ചെയ്തിരുന്നു എന്ന ആരോപണം എക്കാലത്തും രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിച്ചപ്പോഴൊക്കെ അത് കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം BJPയുടെ വോട്ടുകൾ കൃത്യമായി താമര ചിഹ്നത്തിൽ പോൾ ചെയ്യപ്പെട്ടാൽ, ഒരു ദുർബല സ്ഥാനാർത്ഥി അല്ല അവിടെ മത്സരിക്കുന്നത്, കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉൾപ്പെടെ ക്ഷിപ്രസാധ്യമായ ഒന്നും അല്ല വിജയം. VD സതീശന് പറവൂരിൽ കൃത്യമായി വിജയിച്ചു വരാൻ സാധിക്കുമെന്ന സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഹരിപ്പാട് അങ്ങനെയാകണമെന്നില്ല. പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരാൾ എന്ന നിലയിൽ ഒരുപക്ഷെ മണ്ഡലം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വിധി എഴുതുകയും ചെയ്യാം. അതുകൊണ്ട് കൃത്യമായി ഒരാൾ പോലും കൃത്യമായി പ്രവചനത്തിന് നിന്ന് കൊടുക്കാനാവില്ല. ഒരു ഇന്ന സീറ്റിൽ ഇന്നയാള് ജയിച്ചു വരുമോ എന്ന് ഉറപ്പ് പറയാൻ കുട്ടനാട് മണ്ഡലത്തോടെ പറയാൻ പറ്റുമോ? കുട്ടനാട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്ന തോമസ് കെ തോമസ്, NCPയുടെ സ്ഥാനാർത്ഥി. NCPക്ക് തന്നെ ആ മണ്ഡലം ഇത്തവണയും കൊടുക്കും. പക്ഷേ ആ മണ്ഡലത്തിൽ UDF കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമോ, CPM ആ മണ്ഡലം NCPയിൽ നിന്ന് ഏറ്റെടുക്കുമോ എന്നൊക്കെയുള്ള ഇവിടെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ആകട്ടെ NCP ആകട്ടെ ആ മണ്ഡലത്തിൽ വലിയ ശക്തിയൊന്നുമല്ല. അവിടെ ശക്തി CPM-ഉം കോൺഗ്രസും തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമോ അത് കൗതുകകരമായ ഒരു കാര്യമാണ്. CPIയുടെ ഭാവി എന്താണ്? 2-3 സീറ്റിൽ CPIയുടെ അവിടെ ചേർത്തലയിൽ മാത്രമാണ് CPIക്കുള്ളത്. 6148 വോട്ടിനാണ് പി പ്രസാദ് മന്ത്രി പ്രസാദ് ജയിച്ചു വന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായൊക്കെ നോക്കുമ്പോൾ ചേർത്തലയിൽ സാധ്യതയുണ്ട്. ചേർത്തല ആന്റണിയുടെ മണ്ഡലമായിരുന്നു എന്നുകൂടി ഓർക്കണം. ജയിച്ചു വന്ന മണ്ഡലമാണ്. അരൂർ KR ഗൗരിയമ്മ ജയിച്ചു വന്ന പരമ്പരാഗതമായി ജയിച്ചു വന്ന മണ്ഡലമാണെന്ന് ഓർക്കണം. അപ്പം ഈ ഇവിടെയുള്ള 9 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ നിയോജക മണ്ഡലങ്ങളാണ്. എന്തായാലും ആലപ്പുഴ അവിടുത്തെ ഒഴുക്കിൽ ആരൊക്കെ ഒലിച്ചു പോകുമെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.